കള്ളന് പോലീസിനെ കണ്ട പേടിയാണല്ലേ? അതേപോലെ തന്നെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും പേടിക്കുന്ന ഒരു രാജ്യമായിട്ട് കാണുന്ന ലോക പോലീസ് എന്നറിയപ്പെടുന്ന രാജ്യം USA അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക. നമ്മൾ ഈ വീഡിയോയിലൂടെ യുണൈറ്റഡ് സ്റ്റേറ്റിൻ്റെ വലിപ്പം, സംസ്കാരം, ചരിത്രം, അങ്ങനെ US എന്ന രാജ്യത്തിൻ്റെ സവിശേഷതകളാണ് നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത്. ദിസ് ഈസ് അഖിൽ. വെൽക്കം ടു ഷോർട്ടനിങ് ദ സ്റ്റോറീസ്. മറ്റു രാജ്യങ്ങളുടെയൊക്കെ മുമ്പിൽ ഒരു വലിയേട്ടനായിട്ടാണ് US നടക്കുന്നത്. USA വടക്കേ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് USA. ഇത് 50 സംസ്ഥാനങ്ങളുടെ ഒരു ഫെഡറൽ യൂണിയനും റഷ്യയ്ക്കും കാനഡയ്ക്കും പിന്നിൽ മൊത്തം വിസ്തീർണം അനുസരിച്ച് ലോകത്തിലെ മൂന്നാമത്തെ വലിയ രാജ്യമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്. മൊത്തം 31,19,885 ചതുരശ്ര മൈൽ വിസ്തീർണം ഉൾക്കൊള്ളുന്നു. ലോകത്തിലെ 4ാമത്തെ ദൈർഘ്യമേറിയ നദീതട സംസ്കാരമായ മിസിസിപ്പിയൻ നദീതട സംസ്കാരം രാജ്യത്തിൻ്റെ ഹൃദയഭാഗത്തു കൂടി വടക്ക് തെക്ക് ഭാഗത്താണ് ഒഴുകുന്നത്. പാലിയോ ഇന്ത്യൻസ് 12,000 വർഷങ്ങൾക്ക് മുമ്പ് ബൈറിംഗ് ലൈൻ ബ്രിഡ്ജിലൂടെ അമേരിക്കയിലേക്ക് കുടിയേറിയതായാണ് ചരിത്ര പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവർ കുടിയേറിയ ശേഷം വിവിധ തരത്തിലുള്ള നാഗരികതകളും സമൂഹങ്ങളും രൂപീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ 16ാം നൂറ്റാണ്ടിൽ സ്പെയിൻ, ഫ്രാൻസ്, ഇംഗ്ലണ്ട് എന്നിവയുൾപ്പെടെയുള്ള യൂറോപ്യൻ ശക്തികൾ കോളനികൾ സ്ഥാപിക്കാൻ തുടങ്ങിയ കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ ആദ്യത്തെ സ്ഥിരമായ ഇംഗ്ലീഷ് സെറ്റിൽമെൻറ്റ് 1607 വെർജീനിയയിലെ ജെയിംസ് ടൗണിൽ സ്ഥാപിതമായി. അതിനുശേഷം അനവധി യൂറോപ്യൻ കുടിയേറ്റക്കാർ അമേരിക്കയിലേക്ക് കുടിയേറുകയുണ്ടായി. അതോടെ യുണൈറ്റഡ് സ്റ്റേറ്റിലെ യൂറോപ്യൻ കുടിയേറ്റക്കാർ തദ്ദേശീയരായ അമേരിക്കക്കാരുമായി വൈരുദ്ധ്യങ്ങൾ അനുഭവിക്കുമ്പോൾ തന്നെ അവർ വ്യാപാരത്തിലും ഏർപ്പെട്ടു. ഇത് ക്രിസ്ത്യാനിറ്റിയിലേക്കുള്ള പരിവർത്തനം ഉൾപ്പെടെയുള്ള യൂറോപ്യൻ ജീവിത രീതികൾ സ്വീകരിക്കാൻ തദ്ദേശീയരായ അമേരിക്കക്കാരെ നിർബന്ധിക്കുന്ന രീതിയിലുള്ള നയങ്ങളാണ് പലപ്പോഴും പിന്തുടരുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഏകദേശം 1 നൂറ്റാണ്ടോളം അമേരിക്കയെ അവർ ഭരിച്ചു പോന്നു. യുണൈറ്റഡ് സ്റ്റേറ്റിൻ്റെ 13 കോളനികൾ ഗ്രേറ്റ് ബ്രിട്ടൻ്റെ സ്വത്തായിട്ടാണ് ഭരിക്കപ്പെട്ടത്. അതിനുശേഷം കൊളോണിയൽ ജനസംഖ്യ അതിവേഗം വളരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് തദ്ദേശീയരായ അമേരിക്കൻ ജനസംഖ്യയെ മറികടന്നുകൊണ്ടാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. 1770കളോടെ ജനസംഖ്യയുടെ അസ്വാഭാവികമായ ഒരു വർധനവും നമുക്ക് കാണാൻ സാധിക്കും. അമേരിക്കക്കാർ ഒരു ചെറിയ ന്യൂനപക്ഷം മാത്രമായി ഒതുക്കപ്പെട്ടതും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിനിടയിൽ തന്നെ ഫ്രഞ്ച് ഇന്ത്യൻ യുദ്ധത്തിലെ അവരുടെ വിജയത്തെ തുടർന്ന് പ്രാദേശിക കൊളോണിയൽ കാര്യങ്ങളിൽ ബ്രിട്ടീഷ് കൂടുതൽ നിയന്ത്രണങ്ങൾ സ്ഥാപിക്കാൻ തുടങ്ങി. ഇംഗ്ലീഷുകാർ എന്ന നിലയിലുള്ള അവരുടെ അവകാശങ്ങൾ, പ്രത്യേകിച്ച് അവർക്ക് നികുതി ചുമത്തിയ ബ്രിട്ടീഷ് സർക്കാരിലെ പ്രാതിനിധ്യത്തിനുള്ള അവകാശം നിഷേധിക്കുന്നതാണ് കൊളോണിയൽ പരാതികളിലൊന്ന്. അവരുടെ അതൃപ്തി പ്രകടിപ്പിക്കുന്നതിനും പരിഹരിക്കുന്നതിനുമായി 1774 ആദ്യത്തെ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് യോഗം ചേരുകയും കോണ്ടിനെൻ്റൽ അസോസിയേഷൻ പാസ്സാക്കുകയും ചെയ്തു. കോളനിവാസികളെ നിരായുധരാക്കാനുള്ള ബ്രിട്ടീഷ് ശ്രമം 1775 ലെക്സിംഗ്ടൺ കോൺകോർഡ് യുദ്ധങ്ങളിൽ കലാശിച്ചു. ഇത് അമേരിക്കൻ വിപ്ലവ യുദ്ധത്തിന് തിരികൊളുത്തുകയും ചെയ്തു. ഇതോടെ 2ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസിൽ കോളനികൾ കോണ്ടിനെൻ്റൽ ആർമിയുടെ കമാൻഡിംഗ് ഇൻ ചീഫായി ജോർജ് വാഷിങ്ടണിനെ നിയമിക്കുകയും ചെയ്തു. സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ കരട് തയ്യാറാക്കാൻ തോമസ് ജെഫേഴ്സൺ എന്ന പേരിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയും ചെയ്തു. ഒരു സ്വാതന്ത്ര്യ രാഷ്ട്രം സൃഷ്ടിക്കുന്നതിനുള്ള ലീ പ്രമേയം പാസാക്കി 2 ദിവസത്തിനു ശേഷം 1776 ജൂലൈ 4 പ്രഖ്യാപനം അംഗീകരിക്കുകയും ചെയ്തു. ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജോർജ് വാഷിങ്ടൺ ആയിരുന്നു. അദ്ദേഹം തന്നെയാണ് അമേരിക്കൻ റവല്യൂഷണറി വാറിൽ പാട്രിയോട്ട് ഫോഴ്സിനെ ലീഡ് ചെയ്തതും. അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥം ഫാദർ ഓഫ് ദ നേഷൻ പദവി നൽകുകയും ചെയ്തു. നിലവിലെ അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയുന്നത് ജോ ബൈഡനാണ്. അദ്ദേഹത്തിൻ്റെ കാലാവധി ഈ വരുന്ന ജനുവരി 19 കഴിയും. അതിനുശേഷം 25-ാം തീയതി ഡൊണാൾഡ് ട്രംപ് അധികാരം ഏറ്റെടുക്കുകയും ചെയ്യും. പ്രസിഡന്റ് തന്നെയാണ് യുണൈറ്റഡ് സ്റ്റേറ്റിൻ്റെ സായുധ സേനയുടെ കമാൻഡ് ഇൻ ചീഫ്. കൂടാതെ അതിൻ്റെ നേതാക്കളെയും പ്രതിരോധ സെക്രട്ടറിയെയും ജോയിൻറ്റ് ചീഫ് ഓഫീസ് സ്റ്റാഫിനെയും നിയമിക്കുന്നതും എല്ലാം പ്രസിഡന്റ് തന്നെയാണ്. 2023 യുണൈറ്റഡ് സ്റ്റേറ്റ് അതിൻ്റെ സൈനിക ചെലവിനായി മാത്രം ഏകദേശം $916 ബില്യൺ ചെലവഴിച്ചത് എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഈ കണക്ക് വെച്ച് ഏതൊരു രാജ്യത്തിൻ്റെയും മിലിറ്ററി എക്സ്പെൻസിനേക്കാളും വലിയൊരു തുകയാണിത്. ഇത് ആഗോള സൈനിക ചെലവിൻ്റെ 37% വരും. രാജ്യത്തിൻ്റെ തന്നെ GDPയുടെ 3.4%.
ഇത് സ്വിറ്റ്സർലൻഡ്, പോളണ്ട് പോലുള്ള രാജ്യങ്ങളുടെ ടോട്ടൽ GDP-യേക്കാൾ തന്നെ വലുതാണ്. ലോകത്തിലെ ആണവായുധങ്ങളുടെ 42% US-ൻ്റെ പക്കലുണ്ട്. റഷ്യ കഴിഞ്ഞാൽ രണ്ടാമത്തെ തന്നെ ഏറ്റവും വലിയ വിഹിതം US-ൻ്റെ വകയാണ്. ചൈനീസ് പീപ്പിൾ ലിബറേഷൻ ആർമിക്കും ഇന്ത്യൻ ആർമിക്കും പിന്നിൽ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സംയുക്ത സായുധ സേനയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിനുള്ളത്. ഏകദേശം 1890 മുതൽ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയാണ് US-നുള്ളത്. 2023 നോമിനൽ GDP-യിൽ US-ൻ്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം എന്ന് പറയുന്നത് $27 ട്രില്യൺ കൂടുതലാണ്. ഇത് ആഗോള വ്യവസ്ഥയുടെ തന്നെ 25% വരും. അതിൻ്റെ തന്നെ 15% പർച്ചേസിംഗ് പവർ പാരിറ്റിയും ഉൾക്കൊള്ളുന്നു. വരുമാനമനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ 500 കമ്പനികളിൽ 136 എണ്ണവും 2024 കണക്കനുസരിച്ച് US-ലാണ് അതിൻ്റെ ആസ്ഥാനമായിട്ടുള്ളത്. മറ്റെല്ലാ രാജ്യത്തെക്കാളും ഏറ്റവും ഉയർന്ന സംഖ്യയാണിത്. അന്താരാഷ്ട്ര ഇടപെടലുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കറൻസിയും US-ൻ്റെ ഡോളർ തന്നെയാണ്. അതുകൂടാതെ പല രാജ്യങ്ങളും ഇത് അവരുടെ ഔദ്യോഗിക കറൻസിയായും ഉപയോഗിക്കുന്നുണ്ട്. OECD രാജ്യങ്ങളിൽ ഏറ്റവും ഉയർന്ന പ്രതിശീർഷ കുടുംബ വരുമാനം, സാമ്പത്തിക മത്സരക്ഷമത, ഉൽപ്പാദനക്ഷമത, നവീകരണം, മനുഷ്യാവകാശങ്ങൾ, ഉന്നത വിദ്യാഭ്യാസം എന്നിവയിൽ ലോകത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് US ആണ്. അതിൻ്റെ കഠിനമായ ശക്തിയും സാംസ്കാരിക സാന്നിധ്യവും ആഗോളതലത്തിൽ വ്യാപിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ലോക ബാങ്ക്, ഓർഗനൈസേഷൻ ഓഫ് അമേരിക്കൻ സ്റ്റേറ്റ്സ്, നാറ്റോ, യുണൈറ്റഡ് നേഷൻസ് എന്നിവയുടെ സ്ഥാപക അംഗം കൂടിയാണ് US. പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടുകളിലൊന്നാണ് ടൈംസ് സ്ക്വയർ. ടൈംസ് സ്ക്വയർ എന്നത് ന്യൂയോർക്ക് നഗരത്തിലെ ഒരു പ്രധാന കൊമേഴ്ഷ്യൽ ഏരിയ ആണ്, അല്ലെങ്കിൽ വിനോദസഞ്ചാര കേന്ദ്രം. നിരവധി ഡിജിറ്റൽ ബിൽബോർഡുകൾക്കും പരസ്യങ്ങളും കൂടാതെ 24/7 സേവനം നൽകുന്ന ബിസിനസ്സുകളും ടൈംസ് സ്ക്വയറിൽ നമുക്ക് കാണാൻ സാധിക്കും. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ പ്രദേശങ്ങളിലൊന്നാണിത്. ലോകത്തിലെ ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നും കൂടിയാണ് ടൈംസ് സ്ക്വയർ. പ്രതിവർഷം 50 ദശലക്ഷം സന്ദർശകരെ ആകർഷിക്കുന്നു എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. അടുത്തത് ഗ്രാൻഡ് കാനിയോൺ. US-ലെ വടക്കൻ അരിസോണയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കുത്തനെയുള്ള മലയിടുക്കാണ് ഗ്രാൻഡ് കാനിയോൺ. ഇതിന് ഏകദേശം 446 കിലോമീറ്റർ നീളവും 29 കിലോമീറ്റർ വീതിയും ഏകദേശം 1857 മീറ്റർ ആഴവും കാണപ്പെടുന്നു. ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി ഒഴുകുന്ന കൊളറോഡോ നദിയാണ് ഗ്രാൻഡ് കാനിയോൺ രൂപീകരിച്ചത് എന്ന് പരക്കെ പറയപ്പെടുന്നു. നദിയുടെ ഒഴുക്ക്, ഭൂമിശാസ്ത്രപരമായ പ്രവർത്തനവും മണ്ണൊലിപ്പും കൂടിച്ചേർന്ന് മലയിടുക്കിന് ആഴമേറിയതും സങ്കീർണവുമായ ഭൂപ്രകൃതി രൂപപ്പെടുത്തി എന്നും അവകാശപ്പെടുന്നു. ഏകദേശം 35 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് കൈബാവ് പ്ലേറ്റ്സ് ഉയരാൻ തുടങ്ങുകയും നദിയെ വഴിതിരിച്ചു വിടുകയും ചെയ്തത് മലയിടുക്ക് രൂപപ്പെടുന്നതിന് കാരണമായി തീർന്നു എന്നും പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നു. പ്രതിവർഷം ദശലക്ഷക്കണക്കിന് സന്ദർശകരെയും ഇത് ആകർഷിക്കുന്നുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ഗ്രാൻഡ് കാനിയോൺ സന്ദർശിച്ചിട്ടുണ്ടോ? എങ്കിലൊന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണേ. സാൻ ഫ്രാൻസിസ്കോയെയും കാലിഫോർണിയയിലെ മാരിൻ കൗണ്ടിയെയും ബന്ധിപ്പിക്കുന്ന ഗോൾഡൻ ഗേറ്റ് കടലിടുക്കിൽ പരന്നു കിടക്കുന്ന ഒരു ഐക്കോണിക് തൂക്കുപാലമാണ് ഗോൾഡൻ ഗേറ്റ് പാലം. ലിയോൺ മോയ്സെഫ്, ഇർവിങ് മോറോ, ചാൾസ് എല്ലിസ് ടു എന്നിവരുടെ സംഭാവനകളോടെ എഞ്ചിനീയർ ജോസഫ് സ്ട്രോങ്സ് ആണ് പാലം രൂപകൽപ്പന ചെയ്തത്. 1933 ജനുവരിയിൽ നിർമ്മാണം ആരംഭിച്ചു. എന്നാൽ ശക്തമായ വേലിയേറ്റം, ഇടയ്ക്കിടെയുള്ള മൂടൽമഞ്ഞ് എന്നിവ ഉൾപ്പെടെ നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. ഈ ബുദ്ധിമുട്ടുകൾക്കിടയിലും പാലം ഷെഡ്യൂൾ ചെയ്തതിനു മുമ്പ് തന്നെ ബഡ്ജറ്റിനുള്ളിൽ പൂർത്തിയാക്കാനും സാധിച്ചു. 1937 മെയ് 28 ഗതാഗതത്തിനായി തുറന്നു കൊടുക്കുകയും ചെയ്തു. സാൻ ഫ്രാൻസിസ്കോ കടലിടുക്ക്, പസഫിക് ഓഷൻ, നഗരത്തിലെ സ്കൈലൈൻ എന്നിവ അതിശയകരമായ കാഴ്ചകൾ നമുക്ക് ഒരുമിച്ച് ഈ പാലത്തിൽ നിന്ന് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് യുണൈറ്റഡ് സ്റ്റേറ്റിനെ കുറിച്ചുള്ള ഏകദേശ ഐഡിയ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിനെക്കുറിച്ച് കൂടുതലായി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അഭിപ്രായങ്ങളും നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അടുത്തൊരു വീഡിയോയുമായി കാണും വരെയും ബൈ ഫോർ നൗ.